ആലത്തൂർ സ്വാതി ജംഗ്ഷൻ വാഹനങ്ങളാൽ വീർപ്പുമുട്ടുന്നു. സിഗ്നൽ സംവിധാനം നിശ്ചലമായതോടെ അപകടങ്ങൾ പെരുകാൻ തുടങ്ങി. സിഗ്നൽ പ്രവർത്തിക്കാത്തതാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വിനയായത്. സ്വാതി ജംഗ്ഷനിൽ നിന്നാണ് നാനാ വഴിക്കും വാഹനങ്ങൾ കടന്നു പോകേണ്ടത്. സിഗ്നൽ സംവിധാനം ഇല്ലാതായതോടെ എല്ലാം തകരാറിലായി. ഇവിടെ നിന്നുമാണ് പാലക്കാട്, തൃശൂർ, നെന്മാറ, പൊള്ളാച്ചി, പഴയന്നൂർ സ്ഥലങ്ങളിലേക്ക് നീങ്ങേണ്ടത്. റോഡ് വികസനത്തിന്റെ പേരിലാണ് സിഗ്നൽ സംവിധാനം ഇല്ലാതായത്. 2 ആഴ്ചയിലേറെയായി സിഗ്നൽ പ്രവർത്തിക്കുന്നില്ല. ഉടൻ പരിഹാരമുണ്ടാവണമെന്നതാണ് വാഹന ഉടമകളുടെയും നാട്ടുകാരുടെയും ആവശ്യം. സ്കൂൾ കുട്ടികൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. നാളെ മേലെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള നടപടി വേഗം സ്വീകരിക്കുന്നതാണ്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഒരു ഹോംഗാർഡിന്റെ സേവനം മാത്രമാണ് പ്രദേശത്തുള്ളത്. ജില്ലാ കലോത്സവം പടിവാതിക്കലിൽ നിൽക്കുമ്പോഴാണ് സ്വാതി ജംഗ്ഷൻ വാഹനങ്ങളാൽ വീർപ്പുമുട്ടുന്നത്. സിഗ്നൽ സംവിധാനം യാഥാർത്ഥ്യമാക്കി ഗതാഗത തടസ്സം നീക്കാൻ നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് മദർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ ചെയർമാൻ ജഹാംഗീർ, ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആലത്തൂർ സ്വാതി ജംഗ്ഷനിലെ സിഗ്നൽ ഏകദേശം കേടുവന്നിട്ട് 1 മാസത്തിൻ്റെ അടുത്തായി. കാരണം 4 ഭാഗവും കൂടെ ചേരുന്ന ഈ സ്ഥലം പാലക്കാട് തൃശ്ശൂർ ഹൈവേ, അതുപോലെ പോക്കറ്റ് റോഡിൽ നിന്ന് വരുന്ന ഏറ്റവും തിരക്കുള്ള ആലത്തൂർ താലൂക്കിൻ്റെ ആസ്ഥാനമായ ഈ സ്ഥലം സിഗ്നലില്ലാതെ വലിയ അപകടം ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും SP ഓഫീസിലേക്കും അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ പകർപ്പുകളും കോപ്പികളുമാണ് ഇതിലുള്ളത്. ഈ ഹൈവേ വലിയൊരു അപകടം അടുത്ത് തന്നെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ സിഗ്നൽ പുനഃസ്ഥാപിക്കുകയും വലിയ അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണമെന്ന് ഇത് കാണുന്ന എല്ലാവരും അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക. UTV ന്യൂസ്, പാലക്കാട്.